ഓയ് വെടിയേറ്റില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും രാവിലെ സാറ് തോക്കൊക്കെ എന്തിനെടുത്ത് കാണിക്കുന്നതെന്നല്ലേ. തോക്ക് തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്ന ഒരു വസ്തു തന്നെയാണ്. എങ്കിലും തോക്കിന്റെ പ്രവർത്തനവും ഫിസിക്സും തമ്മിലുള്ള ചെറിയ റിലേഷൻ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കാണുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ന്യൂട്ടൺ സ്റ്റേറ്റ് ലോ ആണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെയും ന്യൂട്ടൺ സ്റ്റേറ്റ് ലോയുടെയും ഒരു ചേർന്നുള്ള ആപ്ലിക്കേഷൻ ആണ്, റീകോയിലിംഗ് ഓഫ് ഗൺ. നമസ്കാരം, എല്ലാവർക്കും ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീകോയിലിംഗ് ഓഫ് ഗൺ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ന്യൂട്ടൺ സ്റ്റേറ്റ് ലോ നിങ്ങൾക്ക് അറിയാം, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ പഠിച്ചു എന്തുകൊണ്ടാണ് ഈ ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ആയി പോകാത്തത്, ബിക്കോസ് ദേ ആക്ട്സ് ഓൺ ഡിഫറെന്റ് ബോഡീസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് റീകോയിലിംഗ് ഓഫ് ഗൺ ആണ്. റീകോയിലിംഗ് ഓഫ് ഗൺ, ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നത് അതിന്റെ ട്രിഗർ വലിക്കുമ്പോഴാണ് അല്ലെ. നമുക്കൊരു ഗണ്ണിന്റെ ട്രിഗർ വലിക്കുമ്പോൾ ആ ഗണ്ണിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഒരു ബ്രോഡർ തരത്തിൽ ഒന്ന് വിശദീകരിക്കാം. നമ്മളൊരു ഗണ്ണ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്, ഒരു റൈഫിൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. റൈഫിൾ ആണെന്ന് വിചാരിക്കാം. അപ്പൊ തോക്കിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്കൊരു തോക്ക് ആവശ്യമാണല്ലോ. അപ്പൊ എന്തായാലും ഒരു തോക്കൊക്കെ ഉണ്ട്. ശരി, നമ്മുടെ പടത്തില് നമുക്ക് തോക്കാന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് എഴുതി വെച്ചേക്കായില്ലേ. തോക്കാൻ തോന്നുന്നില്ല എങ്കിൽ ഗണ്ണാണ്. സാധാരണ തോക്കില് ട്രിഗർ വലിക്കുമ്പോൾ രണ്ട് വെലോസിറ്റീസ് അവിടെ ഉണ്ടാകാറുണ്ട്. ഒന്ന്, തോക്കിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമല്ലോ വെടിവെക്കുമ്പോൾ, ആരാ പോന്നെ? ഉള്ളിൽ നിന്ന് ബുള്ളറ്റ് പോകും അല്ലെ. അപ്പോ ബുള്ളറ്റിനൊരു വെലോസിറ്റി ഉണ്ടാകാറുണ്ട്, ബുള്ളറ്റിനൊരു മാസും കാണും. ഞാൻ ആ ബുള്ളറ്റ് തോക്കിനേക്കാളും ചെറുതായതിനാൽ അതിന്റെ മാസിനെ സ്മോൾ ലെറ്റർ എം എന്ന് വിളിക്കുവാണ്, അതിന്റെ വെലോസിറ്റിയെ സ്മോൾ ലെറ്റർ വി എന്ന് വിളിക്കുക. അപ്പോ എമ്മും വി ഇപ്പൊ എന്താണ്? മാസ് ഓഫ് ദ ബുള്ളറ്റ് ആണ് സ്മോൾ ലെറ്റർ എം. അപ്പൊ വളരെ വേഗതയിലായിരിക്കും ഉണ്ട മുന്നോട്ട് പോകുന്നത് അല്ലെ. ഇനി തോക്കിന് ഒരു മാസ് കാണുമല്ലോ. തോക്കിന്റെ മാസ്, തോക്ക് വലുതായതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എം ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഉണ്ട പുറത്തേക്ക് പോകുന്ന വെലോസിറ്റിയെ ഫിസിക്സിൽ വിളിക്കുന്ന പേര്, ഫിസിക്സ് എന്നല്ല പൊതുവെ വിളിക്കുന്ന പേര് മസിൽ വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളുക, മസിൽ വെലോസിറ്റി. അങ്ങനെ ഉണ്ട പുറത്തേക്ക് പോകുന്ന ആക്ഷൻ നടക്കുമ്പോൾ ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് എന്നാ പറ്റും? റിയാക്ഷൻ സംഭവിക്കും അല്ലെ. തോക്കിന് ഒരു റിയാക്ഷൻ കാണും. തോക്ക് സ്വല്പം പിറകിലേക്ക് വരും. ഉണ്ട പോകുന്ന പോലെ തോക്ക് പിറകിലോട്ട് പോയാൽ വെടി വെക്കുന്നതും ചത്തു പോകും. അപ്പൊ അങ്ങനെയൊന്നും പോകില്ല, തോക്ക് കുറച്ച് പിറകിലേക്ക് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തോക്കിന്റെ വെലോസിറ്റി ഞാൻ ക്യാപിറ്റൽ ലെറ്റർ വി എഴുതുകയാണ്. തോക്ക് പിറകിലേക്ക് വരുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി. അപ്പൊ റീകോയിൽ വെലോസിറ്റി, ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ന്യൂട്ടൺ സ്റ്റേറ്റ് ലോ തോക്ക് പിറകിലേക്ക് വരുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. ഞാൻ ആ റീകോയിൽ വെലോസിറ്റിക്ക് ഒരു സ്പെഷ്യൽ നെയിം ഇടാം, ബി ആർ എന്നിട്ടേക്കാം. അപ്പോൾ കുഞ്ഞെമ്മും കുഞ്ഞു വിയും ബുള്ളറ്റിന്റെ മാസും വെലോസിറ്റിയുമാണ്. വലിയ എമ്മും വലിയ വിയും ഗണ്ണിന്റെ മാസും വെലോസിറ്റിയുമാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ശരി, ഞാൻ തോക്കുകൊണ്ട് വെടിവെച്ചു. തോക്കിന്റെ മാസുണ്ട്, തോക്കിന്റെ മാസാണ് ക്യാപിറ്റൽ ലെറ്റർ എം. ഇതിനുള്ളിലുള്ള ബുള്ളറ്റിന്റെ മാസാണ് സ്മോൾ ലെറ്റർ എം. ഉണ്ട മുന്നോട്ട് പോകുന്ന വെലോസിറ്റി ആണ് സ്മോൾ ലെറ്റർ വി. ആൻഡ് വെടിവെക്കുമ്പോൾ തോക്ക് പിറകിലേക്ക് വരുന്ന വെലോസിറ്റി ആണ് റീകോയിൽ വെലോസിറ്റി. വലിയ വലിയ പീരങ്കികളിലൊക്കെ ഇങ്ങനെ വെടിവെക്കുമ്പോൾ പട്ടാളക്കാരെ പീരങ്കിക്കകത്ത് ഉണ്ട നിറച്ചതിന് ശേഷം അതിന്റെ പിറകിൽ നിന്ന് ഓടി മാറും. ബിക്കോസ് ആ പീരങ്കിയിൽ നിന്ന് പുറപ്പെടുന്ന ബുള്ളറ്റ് അല്ലെങ്കിൽ വലിയ വെടിയുണ്ട, അതിന്റെ പ്രഹരശേഷിയുള്ള വെടിമരുന്ന്, ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വെടിമരുന്ന് മുന്നോട്ട് കുതിച്ച് അങ്ങ് അകലെയുള്ള ഏതെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ പിറകിലുള്ള ആ പീരങ്കിയുടെ പിറകിലിരിക്കുന്ന സൈനികൻ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്ന ആള് എന്നാ ചെയ്യും? ഓടി ഇങ്ങ് മാറും. കാരണം ഉണ്ട മുന്നോട്ട് പോകുമ്പോൾ തോക്ക് പിറകിലേക്ക് വരും, അല്ലെങ്കിൽ പീരങ്കി പിറകിലേക്ക് വരും, ആസ് എ റിസൾട്ട് ഓഫ് ന്യൂട്ടൺ സ്റ്റേറ്റ് ലോ. അപ്പൊ അത് അങ്ങനെയുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. അതൊന്ന് കാണാം.
ഓക്കെ, അപ്പോ മസിൽ വെലോസിറ്റി എന്ന ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ന്യൂട്ടൺ സ്റ്റേറ്റ് ലോ തോക്ക് എന്നാ പറ്റും, പിറകിലേക്ക് വരും. അപ്പൊ അതിന് റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കാം. ആ ഫിനോമിനയാണ് റീകോയിലിംഗ് ഓഫ് എ ഗൺ. ഇനി അങ്ങനെ റീകോയിലിംഗ് നടത്തുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ റീകോയിൽ വെലോസിറ്റി, പിറകിലേക്ക് വരുന്ന വെലോസിറ്റി നമുക്ക് ഈ പറയുന്ന ഉണ്ട മുന്നോട്ട് പോകുന്ന രീതിയിൽ ഇല്ല. ആ പിറകിലേക്ക് വരുന്ന വെലോസിറ്റി എത്രയായിരിക്കും നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത് for a system without any external force the total momentum remains conserved. അതിനുശേഷം നമ്മൾ പറഞ്ഞു രണ്ട് കൂട്ടിയിടി നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തെ ഇങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ബിഫോർ കൊളീഷൻ മൊമെന്റവും ആഫ്റ്റർ കൊളീഷൻ മൊമെന്റവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം മനസ്സിലാക്കിയിരുന്നത്. ഇപ്പൊ നമ്മൾ കൊളീഷന് പകരം വെടിവെക്കുന്നതിന് മുമ്പുള്ള മൊമെന്റവും വെടിവെച്ചതിന് ശേഷമുള്ള മൊമെന്റവുമാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് എന്താണ്, ബിഫോർ കൊളീഷൻ മൊമെന്റവും ആഫ്റ്റർ കൊളീഷൻ മൊമെന്റവും സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ബിഫോർ ഫയറിംഗ് മൊമെന്റവും ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റവും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ബിഫോർ ഫയറിംഗ് മൊമെന്റം എത്രയായിരിക്കാം, ബിഫോർ ഫയറിംഗില് അവിടെ ആർക്കൊക്കെ മൊമെന്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആരാ വെടിവെച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്നത്, ബുള്ളറ്റാ, ശരിയല്ലേ? അപ്പോ ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി മൊമെന്റം കാണും ആഫ്റ്റർ ഫയറിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ തോക്ക് പിറകിലേക്ക് വരും ആഫ്റ്റർ ഫയറിംഗ്. അപ്പൊ തോക്കിനും മൊമെന്റം കാണും. തോക്കിന്റെ മൊമെന്റം ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വി ആകാം. വെടി വെക്കുന്നതിന് മുമ്പ് ഉണ്ട ഓടി കളിക്കുകയാണോ, അല്ല. വെടി വെക്കുന്നതിന് മുമ്പ് ബുള്ളറ്റിന് യാതൊരു മൂവ്മെന്റും ഇല്ല. അപ്പൊ അതിന്റെ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന മൊമെന്റം 0 ആയിരിക്കും. എഴുതാൻ ശ്രമിച്ചാല് ബുള്ളറ്റിന്റെ മാസ് എം ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി വി എഴുതിയാൽ ബിഫോർ ഫയറിംഗ് അത് എത്രയായിരിക്കാം, അത് 0 ആയിരിക്കാം. കാരണം ബുള്ളറ്റ് വെടിവെക്കുന്നതിന് മുമ്പ് വെലോസിറ്റി തോക്കിനുള്ളിൽ ഇരിക്കുമല്ലേ, അപ്പൊ വെലോസിറ്റി എന്താണ്, 0. ആരും അനങ്ങുന്നില്ല. ഗണ്ണും അനങ്ങുന്നുണ്ടോ, അപ്പോ ഇല്ല, ഗണ്ണിനും അനക്കമില്ല. അപ്പൊ ഗണ്ണിന്റെ മൊമെന്റം എന്താണ്, ഗണ്ണിന്റെ മൊമെന്റം ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വി ആണ്. അതും എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇനി ആഫ്റ്റർ ഫയറിംഗ് വെടി വെച്ചതിന് ശേഷം what is the momentum gained by bullet and the gun? തീർച്ചയായിട്ടും നമുക്ക് പറയാം ബുള്ളറ്റിന്റെ മൊമെന്റം സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി ആണ്. നമ്മൾ അങ്ങനെയല്ല നേരത്തെ പറഞ്ഞത്. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണ്, ബുള്ളറ്റിന്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണ്. ഇത് ബുള്ളറ്റിന്റെ മൊമെന്റം ആണ്. അതേ സമയത്ത് ആര് പിറകിലേക്ക് വരും, ഗണ്ണ് പിറകിലേക്ക് വരും. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. ഗണ്ണിന്റെ വെലോസിറ്റി ഞാൻ സ്പെഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് റീകോയിൽ വെലോസിറ്റി വി ആർ എന്ന് എഴുതിയത്. അപ്പൊ അതിന്റെ മൊമെന്റം എത്രയാണ്, ഗണ്ണിന്റെ എം ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വി, അല്ലെങ്കിൽ എം വി ആർ എന്ന് വിളിച്ചു നമ്മൾ, അല്ലെ? നമ്മൾ ഇന്നലെ പറഞ്ഞു ന്യൂട്ടൺ പറഞ്ഞ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. പക്ഷെ ഇവിടെ നടന്ന വെടിവെപ്പിൽ ഇന്റേണൽ ഫോഴ്സസ് നടന്നില്ലേ, ഇന്റേണൽ ഫോഴ്സസ്. കാരണം ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നത് ഡ്യൂ ടു ദ ഇന്റേണൽ ഫോഴ്സസ് ആ. ബുള്ളറ്റിനെ നമ്മൾ ട്രിഗർ വലിക്കുമ്പോഴ് ഈ ട്രിഗർ ഇങ്ങനെ വലിക്കുമ്പോഴ് ഉള്ളിലുള്ള ബുള്ളറ്റിന്റെ പിറകിൽ കുറച്ച് വെടിമരുന്നുണ്ട്. ആ വെടിമരുന്നാണ് അതിനെ ഇഗ്നൈറ്റ് ചെയ്യുക നമ്മൾ ചെയ്യിക്കുന്നത്. അത് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ എന്നാ പറ്റും, നമുക്കറിയാം ഒരു വലിയ ഇഗ്നേഷൻ നടക്കുമ്പോൾ നിങ്ങൾ പള്ളിപ്പെരുന്നാളുകളിലോ അമ്പലപ്പറമ്പുകളോ കണ്ടിട്ടുണ്ട്. താഴെ നിന്ന് മുകളിൽ പോയി പൊട്ടുന്ന പടക്കം നമ്മൾ താഴെ നിന്ന് കത്തിച്ചു വിടുമ്പോൾ എന്നാ പറ്റും, ഇത്രയും വലിയ ആ ഇഗ്നീഷൻ കാരണം, അതിനകത്ത് രാസപ്രവർത്തനങ്ങൾ കാരണം അത് മുകളിലേക്ക് പോകും, ഇല്ലേ? അത് മുകളിലേക്ക് പോകാനുള്ള രാസപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇഗ്നേഷൻ നമ്മുടെ താഴെ തീ കൊടുക്കുന്നത്. ഇതിനുള്ളിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ബുള്ളറ്റിന് ഇഗ്നേഷൻ ഉണ്ടാകും, അപ്പൊ വെടിമരുന്നിന് ഇഗ്നേഷൻ ഉണ്ടാവും. അത് ബുള്ളറ്റിനെ മുന്നോട്ട് തള്ളും. ബുള്ളറ്റിനെ മുന്നോട്ട് തള്ളുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവും. അത് ആർക്കാ കിട്ടുന്നത്, തോക്കിനാ കിട്ടുന്നത്. നമ്മൾ ജനറലി പറഞ്ഞാൽ ഈ ഓട്ട മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വലിയ കണ്ടുണ്ടായിരിക്കും. ഈ ഓട്ടക്കാര് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുമ്പോൾ എങ്ങനെ ഓടാൻ തുടങ്ങുന്നത്, താഴെ ഇരിക്കും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എങ്ങനെയാ, അത് പിറകിൽ കണ്ട് ബ്ലോക്കേഡുകൾ കാണും, അല്ലെ? സപ്പോർട്ട് കാണും പിറകിൽ കണ്ട്. ഈ ഓട്ടക്കാരൻ ഓടാൻ തുടങ്ങുമ്പോൾ ഈ സപ്പോർട്ടിലേക്ക് ഒന്ന് പിറകിലേക്ക് തള്ളിയാണ് മുന്നോട്ട് കുതിക്കുന്നത്. അപ്പൊ മുന്നോട്ട് കുതിക്കണമെങ്കിൽ എന്നാ ചെയ്യും, പിറകിലേക്ക് ഒരു തള്ളല് നല്ലതാണ്. നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ഒക്കെ നിങ്ങളുടെ റൂമിൽ ഇരുന്ന് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് മുട്ടായി തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുക. നമ്മൾ ഒന്നും ശ്രദ്ധിക്കാത്ത സമയത്താ, നമ്മൾ വളരെ
കാഷ്വൽ ആയിട്ടിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത്. നമ്മൾ അനിയത്തിയോ അല്ലെങ്കിൽ അനിയനെയോ അല്ലെങ്കിൽ ചേട്ടനെയോ ഒക്കെ പെട്ടെന്ന് നമ്മുടെ കാര്യം തട്ടിപ്പറിച്ചുകൊണ്ട് ഒരു സാധനം തിരിച്ചു മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിങ്ങൾ കസേരയിൽ ഇരിക്കുകയോ ഭിത്തിയോട് ചേർന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്നായും കാലുകൊണ്ട് പുറകിലോട്ടൊരു തള്ളിയിട്ട് പോയാൽ എന്നാ പറ്റും? പെട്ടെന്ന് മുന്നോട്ട് ചാടാൻ പറ്റും ഇല്ലേ? ഇതുപോലെയാണ് ഉള്ളിലും. ബുള്ളറ്റിനുള്ളില് ഇഗ്നീഷൻ നടക്കുമ്പോൾ ആ ഇഗ്നീഷൻ കാരണം പിറകിലെ കൂടെ തള്ളലുണ്ടാകും. അതിന്റെ ഫ്യൂംസ് പിറകിലെ കൂടെ തള്ളലുണ്ടാക്കും. ആ തള്ളൽ കാരണം ഇത് കുറച്ചുകൂടെ വേഗതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിന്റെ റീകോയിൽ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ബിഫോർ ഫയറിംഗ് മൊമെന്റവും ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റവും എന്തായിരിക്കണം? സെയിം ആയിരിക്കും. ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റവും സെയിം ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അവിടെ ആക്ട് ചെയ്യുന്നില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇന്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. തോക്കിനുള്ളിൽ ഇരിക്കുന്ന ബുള്ളറ്റിലെ രാസപ്രവർത്തനങ്ങളാണ് അതിനെ മുൻപോട്ട് നയിച്ചത്. അപ്പൊ ഇന്റേണൽ ഫോഴ്സസ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം നമ്മുടെ തോക്കാണ്. അങ്ങനെയാണെങ്കിൽ ബിഫോർ ഫയറിംഗ് മൊമെന്റോ ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബിഫോർ ഫയറിംഗ് മൊമെന്റം 0 അല്ലെ? ബിഫോർ ഫയറിംഗ് മൊമെന്റം തോക്ക് ഓടിക്കളിക്കുന്നില്ല, ഉണ്ട ഓടിക്കളിക്കുന്നില്ല, 0 ആണ്. ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റം എത്രയായിരിക്കും? ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റം രണ്ടുപേർക്കുണ്ട് മൊമെന്റം. രണ്ടുപേരെന്ന് വെച്ചാൽ തോക്കിനും ഉണ്ട് മൊമെന്റം, ഉണ്ടയ്ക്കും ഉണ്ട് മൊമെന്റം. അപ്പൊ നമ്മൾ പഠിച്ചു ദ സം ഓഫ് ഇനിഷ്യൽ മൊമെന്റം ഈക്വൽസ് ദ സം ഓഫ് ഫൈനൽ മൊമെന്റം എന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, ടോട്ടൽ മൊമെന്റം ആർക്കും അനക്കമില്ല, ഉണ്ടയ്ക്കും അനക്കമില്ല, തോക്കിനും അനക്കമില്ല, 0 ആണ്. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എത്രയായിരിക്കാം? mv. അതാരെയാ? ഉണ്ടയുടെ മൊമെന്റം ആണ്. m മാസിന്റെ വെലോസിറ്റി പ്ലസ് ആർക്കൂടെ ഉണ്ടോ ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റം? തോക്ക് പിറകിലേക്ക് വരുന്നില്ലേ? m into vr. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈക്വൽസ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 0 ഈക്വൽസ് mv എന്ന ബുള്ളറ്റിന്റെ മൊമെന്റം പ്ലസ് ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റം ആണ് mvr എന്ന തോക്കിന്റെ മൊമെന്റം. ഇത് ബുള്ളറ്റിന്റെ ആണ്, ഇത് ഗണ്ണിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് mv ഈക്വൽസ് എന്നാ എഴുതാം? മൈനസ് ഓഫ് mvr എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ? അങ്ങനെ നമുക്ക് ആരെയാ വേണ്ടേ? vr അല്ലേ വേണ്ടേ? vr ഈക്വൽസ് എന്നാ എഴുതണം? mv ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ m. മൈനസ് ഞാൻ മുകളിലേക്ക് കൊടുക്കുകയാണ്. mv ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ m. അപ്പൊ റീകോയിൽ വെലോസിറ്റി എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. സ്മോൾ ലെറ്റർ m into സ്മോൾ ലെറ്റർ b. ആരാണ്? മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ m ആരാ? മാസ് ഓഫ് ദി ഗൺ. ഓക്കെ, അപ്പൊ ഇതാണ് റീകോയിൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ റീകോയിൽ വെലോസിറ്റി ആക്ട്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. ബുള്ളറ്റിന്റെ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആരുടെ വെലോസിറ്റി? റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. ഈ റീകോയിൽ വെലോസിറ്റി കാരണം പലപ്പോഴും അപകടങ്ങളും സംഭവിക്കാറുണ്ട്. നിങ്ങൾ ഒളിമ്പിക്സിലൊക്കെ ഷൂട്ടിംഗ് മത്സരങ്ങളെ കണ്ടുണ്ടായിരിക്കാം. ഇങ്ങനെ തോക്ക് കൊണ്ട് വെടിവെക്കുമ്പോൾ അവർ നെഞ്ചോട് ചേർത്താണ് തോക്ക് കൊണ്ട് ഷൂട്ടിംഗ് മത്സരങ്ങളിൽ മത്സരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ വെടിവെച്ചപ്പോൾ ഈ റീകോയിൽ വെലോസിറ്റി കാരണം പലപ്പോഴും പറ്റിയ അബദ്ധങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എനിക്ക് യൂട്യൂബ് കുറച്ച് വീഡിയോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കാണാം. Et le milieu de la couverture. Ok, but. നിങ്ങൾ കണ്ടല്ലോ റീകോയിൽ വെലോസിറ്റിയുടെ ബുദ്ധിമുട്ട് കണ്ടല്ലോ. ഇപ്പൊ വെടിവെക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. സിനിമകളിലൊക്കെ നായകൻ തുരുതുര വെടിവെക്കുന്നതൊക്കെ നമുക്ക് തോന്നും ഈസി ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. വളരെയധികം ഏകാഗ്രതയും കൃത്യമായ പരിശീലനവും ആവശ്യമുള്ളതാണ് ഇങ്ങനെയുള്ള ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ റീകോയിൽ വെലോസിറ്റി, പിറകിലേക്ക് വരുന്ന വെലോസിറ്റി കുറയ്ക്കാനുള്ള മാർഗം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം. ബുള്ളറ്റിന്റെ മാസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ബുള്ളറ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിയേ പറ്റൂ.
വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്, മുന്നോട്ട് പോകുന്ന വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്തായും മുന്നോട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യണം? താഴെയുള്ള മാസ് ഓഫ് ദി ഗണ്ണ, ഈ മാസ് ഓഫ് ദി ഗൺ കൂട്ടിയാൽ എന്നാ പറ്റും? റീകോയിൽ വെലോസിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഒരു മാർഗം എന്താ? മാസ് ഓഫ് ദി ഗൺ കൂട്ടുകയാണ്. ആരെ കുറയ്ക്കാനുള്ള മാർഗം? റീകോയിൽ വെലോസിറ്റി കുറയ്ക്കാനുള്ള മാർഗം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും ഒളിമ്പിക്സിലൊക്കെ അല്ലെങ്കിൽ യുദ്ധമുഖങ്ങളിലൊക്കെ വെടിവെക്കുന്നത് നമുക്ക് റൈഫിളുകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യുദ്ധോപകരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ തോളോട് ചേർത്ത് വെച്ച് വെടിവെക്കുന്നതിന് ഉദ്ദേശം എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആൻസറുകൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചത് റീകോയിലിംഗ് ഓഫ് ഗൺ ആണ്. റീകോയിലിംഗ് ഓഫ് ഗണ്ണിൽ 2 നിയമങ്ങൾ ബാധിക്കുന്നുണ്ട്. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, 2 ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പൊ ഈ രണ്ടും കൂടെ ചേർന്നുള്ളതായിരുന്നു റീകോയിലിംഗ് ഓഫ് ഗൺ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളതാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞ ഭാഗം. റോക്കറ്റ് പ്രൊപ്പൽഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെയധികം തീവ്രതയോടെ അതിനുള്ളിലെ ഫ്യൂവല് കത്തുമ്പോ എന്നാ പറ്റും? വലിയ ഫ്യൂംസ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ അത്രത്തോളം ശക്തിയിൽ ആക്ഷൻ കൊടുക്കുമ്പോൾ, ആക്ഷൻ ഭൂമിയിൽ കൊടുക്കുമ്പോൾ റിയാക്ഷൻ റോക്കറ്റിന് കിട്ടും, റിയാക്ഷൻ മുകളിലേക്ക് പൊങ്ങിപ്പോകും. ശരി, ഇനി നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ആക്ടിങ് ഓൺ 2 ഡിഫറെന്റ് ബോഡീസ് അല്ലെ? അങ്ങനെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഓൺ 2 ഡിഫറെന്റ് ബോഡീസ് ആയതുകൊണ്ടാണ് ന്യൂട്ടൺസ് ലോ ഡസ് നോട്ട് ക്യാൻസൽസ്. അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടെയാണ് R ഈക്വൽസ് mg. നമുക്ക് നോക്കാം. ഒരു മാസ് ഇരിക്കുകയാണ് ഭൂമിയുടെ സർഫസിലാണ്. ഇത് ഭൂമിയാണെന്ന് വിചാരിച്ചോളുക. ഭൂമിയുടെ സർഫസിലാണ് മാസ് ഇരിക്കുന്നത്. അപ്പൊ വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ബോഡി? നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, W ഈക്വൽസ് mg. ഓക്കെ, ഇനി അതെന്തുകൊണ്ടാ ഈ മാസിനെ ഭൂമി വലിക്കുന്ന ആക്ഷൻ? ഭൂമി ഈ മാസിന് കൊടുക്കുന്നതാണ്. അപ്പൊ മാസിന് ഭൂമി ആക്ഷൻ കൊടുക്കുമ്പോൾ മാസ് ഭൂമിക്ക് റിയാക്ഷൻ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. ഭൂമി മാസിനെ ആകർഷിക്കുന്ന ആക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മാസ് ഭൂമിയെ ആകർഷിക്കുന്നുണ്ട്. അതാണ് അതിന്റെ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മാസ് എങ്ങനെ ഭൂമിയെ ആകർഷിക്കുന്നില്ലേ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എവരി ബോഡി അട്രാക്ട്സ് എവരി അദർ ബോഡി ഇൻ ദ യൂണിവേഴ്സ് വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഭൂമിയിലുള്ള യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, ഭൂമിയും ചന്ദ്രനും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, 2 ഇലക്ട്രോണുകൾ തമ്മിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനും പ്രബലമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഓക്കെ, അത് വിട്ടേരെ. അപ്പൊ എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് പ്രകാരം ഭൂമി വലിക്കുന്നുണ്ട് ഈ മാസിനെങ്കിൽ ഈ മാസ് ഭൂമിയെ വലിക്കുന്നുണ്ട്. അതാണ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് എഴുതാം R ഈക്വൽസ് mg. ഹൃദയസ്ഥമാക്കി വെച്ചേക്കുക, കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. നോർമൽ റിയാക്ഷൻ ഈക്വൽസ് mg. പല ടെക്സ്റ്റിലും ആറിന് പകരം ചിലപ്പോൾ എന്നെന്ന് എഴുതും. നോർമൽ റിയാക്ഷൻ എന്നർത്ഥം ആറിന് പകരം ഞാൻ R ഉപയോഗിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ R ഈക്വൽസ് mg ഇങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങരുത്. അതിനകത്ത് കുറച്ച് മിസ്റ്റേക്കുകളല്ല, മനസ്സിലാക്കുന്നതിനുള്ള കുറെ പാളിച്ചകളുണ്ട്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഒക്വേഴ്സ് ഇൻ പേഴ്സ് എന്നാണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. പേഴ്സ് ആയിട്ട് ആക്ഷൻ റിയാക്ഷൻ ഉണ്ടാവും. ആക്ച്വലി വെയിറ്റ് ആക്ടിങ് ഡൗൺവേഴ്സ് ഉണ്ടെങ്കിൽ അതേപോലെയുള്ള mg ആണ് തിരിച്ച് അപ്വേഴ്സിലും ഫോഴ്സ് കൊടുക്കുന്നത്. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. നമ്മുടെ എർത്ത് ഈ മാസിനെ താഴേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അത് mg എന്ന വെയിറ്റ് ആണെങ്കിൽ ആ ഫോഴ്സ്, ആ ആക്ഷൻ mg ആണെങ്കിൽ റിയാക്ഷൻ എന്ത് തന്നെ ആയിരിക്കും? അതുപോലെ തന്നെ mg ആയിരിക്കും. അപ്പൊ ആക്ഷൻ mg ആണെങ്കിൽ ഭൂമി മാസിനെ ആക്ഷൻ mg കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാസ് ഭൂമിയെയും ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് അതേ mgയിൽ വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന മാസ് ഭൂമിക്ക് ഒരു റിയാക്ഷൻ നൽകുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഭൂമി ഇയാളെ വലിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ റിയാക്ഷൻ. അപ്പോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ദേ ഒക്വയർ ആൻഡ് പേസ്. റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മാസ് ഭൂമിയെ മുകളിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ഭൂമി മാസിനെ താഴേക്കും വലിക്കുന്നുണ്ട്. ഓഫ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് റിയാക്ഷൻ. ഇത് റിയാക്ഷൻ ആണെങ്കിൽ താഴേക്ക് 6 ആക്ഷൻ ഉണ്ട്. ഇത് ആക്ഷൻ ആണെങ്കിൽ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് mg മുകളിലേക്ക് റിയാക്ഷൻ ഉണ്ട്.
പക്ഷെ നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മാത്തമാറ്റിക്കൽ ബിസിനസിന് വേണ്ടി വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് തുല്യമായിരിക്കും എന്ത് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് R ഈക്വൽസ് എന്താണെന്ന് എഴുതിയത് mg ആണെന്ന് എഴുതിയത്. ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, R ഈക്വൽസ് mg തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒറിജിനലി ഇതാണ് കോൺസെപ്റ്റ്. ഇത് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാകുന്നത് when the body is in an inclined position ആയിരിക്കും. അതായത് ചരിഞ്ഞ പ്രതലത്തിലാണ് ബോഡി കിടക്കുന്നത്, കാറ് കിടക്കുന്നത്. നിങ്ങൾ തന്നെ വലിയ കുത്തിറക്കം ഇറങ്ങുക, വലിയ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ വെയിറ്റിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. വലിയ 100 സ്റ്റെപ്പുള്ള സ്റ്റെപ്പ് ഇറങ്ങുക, ചിലപ്പോൾ ഇറങ്ങി പോലും കയറുന്നതിനേക്കാൾ അപകടകരമായി ഇറങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മുടെ വെയിറ്റിനെ. അവിടെ നമുക്ക് പറയാം ഈ മാസിന്റെ ആക്ഷൻ എന്ന വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, അത് ടുവേർഡ്സ് സെന്റർ ഓഫ് എർത്ത്, വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്. പക്ഷെ റിയാക്ഷൻ എപ്പോഴും എങ്ങനെ ആയിരിക്കും എന്ന് അറിയാമോ? സർഫസിന് പെർപെൻഡിക്കുലർ. റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ. ചരിഞ്ഞ പ്രതലമാണെങ്കിൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ. ഇവിടെയും സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നോക്കാം, ഇവിടെ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ഉണ്ടെങ്കിൽ അതുപോലെ റിയാക്ഷൻ mg മുകളിലേക്കും ഉണ്ട്. നമ്മളത് മനഃപൂർവ്വമായിട്ട് ഇഗ്നോർ ചെയ്യുക. റിയാക്ഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ റിയാക്ഷൻ എന്നും കാണും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കാണും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ വെയിറ്റ് മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് മനഃപൂർവ്വമായിട്ട് മറക്കുക. റിയാക്ഷന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മനഃപൂർവ്വമായിട്ട് മറക്കുക. ഇൻക്ലൈൻഡ് പൊസിഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. വെയിറ്റ് ടുവേഴ്സ് സെന്റർ ഓഫ് എർത്ത് ആണ്. റിയാക്ഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ്. ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാര്യമാണ് ഒന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഈ കേസ് വേറെ ഉണ്ട്. ഈ mg എന്ന് പറഞ്ഞ സാധനത്തിന് ഇപ്പൊ എന്നാ നോക്കി, ഇതൊരു ആക്സിസ് ആയിട്ട് എടുക്കാം അല്ലേ. ഇത് മെറ്റൽ ആക്സിസ് ആയിട്ട് എടുക്കാം, റിയാക്ഷന് പെർപെൻഡിക്കുലർ ആക്സിസ് ആയിട്ട് എടുക്കാം. ഇത് മെറ്റൽ ആക്സിസ് ആണ്. അപ്പൊ mg എനിക്ക് റെസല്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. വെയിറ്റ് എനിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ മോഷൻ അപ്ലൈ ചെയ്യുന്ന ചാപ്റ്റർ പഠിച്ചു, റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. R ഈക്വൽസ് mg, ആക്ഷൻ താഴേക്ക്, റിയാക്ഷൻ മുകളിലേക്ക്. ഞാൻ എന്ന മാസിന് ആക്ഷൻ ഭൂമി തരുന്നുണ്ടെങ്കിൽ എന്റെ വെയിറ്റ് 80 കിലോ ആണെങ്കിൽ ആക്ഷൻ 80 ആണ്, റിയാക്ഷന് 80 ഉണ്ട് mg. ഇനി ഭൂമി എനിക്ക് റിയാക്ഷൻ 6 തരുന്നുണ്ടെങ്കിൽ ഞാൻ ഭൂമിക്ക് ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്, അത് 6. അപ്പൊ അത് രണ്ടില് നമുക്ക് ആവശ്യമുള്ള R ഈക്വൽസ് mg നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർത്തിരിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ കോവിഡ് കാലമാണ്. കോവിഡ് കാലമാണെങ്കിലും വളരെയധികം അപകടകരമായ സിറ്റുവേഷൻ ആണ്. നിങ്ങൾ സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ വീട്ടിലെ പേരൻസിനോടും സുരക്ഷിതരായിരിക്കാൻ പറയുക. ഞാനും നിങ്ങളും വളരെയധികം ലാഘവത്തോടാണ് ഇതിനെയൊക്കെ കാണുന്നത്. പക്ഷെ രോഗം വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് എപ്പോഴും പലർക്കും നിർവചിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്ന് കയറി വരാൻ പറ്റട്ടെ. ഇപ്പൊ നമുക്ക് ആകെ കഴിയുന്നത് നമുക്കൊരു ക്രിയേറ്ററോട് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളല്ലേ. അപ്പൊ ഈ കൊറോണ കാലത്ത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും